താങ്കളുടെ ഒരു അഭിപ്രായത്തില് ഇതൊരു സമയത്ത് ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ മകനെ കിട്ടുമായിരുന്നു അല്ലേ? ഡോക്ടർമാര് പറയേണ്ട കേസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ അവർ. താങ്കൾ അവിടെ പോയിരുന്നോ? ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷെ അവിടെ പോയവരുമായിട്ടും ഒക്കെ സ്ഥിരം സമ്പർക്കത്തിലുണ്ട്. ഇങ്ങനൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വർഷം ചൂട് കൂടുതലാണ്, ശരിയാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതുവരെയുള്ള ഡാറ്റ എടുക്കുകയാണെങ്കിൽ, 2017 മുതലുള്ള ഡാറ്റ എടുക്കുകയാണെങ്കിൽ മരണങ്ങൾ താഴോട്ടാണ് വന്നിട്ടുള്ളത്. 2025-26 വർഷത്തിൽ 18ലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 100-150 എന്നുണ്ടായിരുന്ന നമ്പർ ഇത്രയും കാലത്തിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വർഷങ്ങളിലെ ഡാറ്റ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ വർഷവും 2 സമയത്താണ് ഇത് പീക്ക് വരുന്നത്. ഒന്ന് ഈ മാർച്ച് ഏപ്രിൽ സമയം. അതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രജനന കാലം. പ്രജനനം എന്ന് പറയുന്നത് അവർ ഇണ ചേരുന്ന സമയമല്ല. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞില്ല, ഈ പാമ്പിന് ഇരിക്കാൻ പറ്റാത്ത ചൂട്, തണുപ്പ് തേടിയത് ഇറങ്ങാനുള്ള സാഹചര്യം, പ്രജനനം, ഇതൊക്കെ കാരണമാവുന്നുണ്ടോ? ഉണ്ട്. അതിന് പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പറയുമ്പോൾ ചൂട് കൂടി എന്നുള്ളത് ഒരു കാരണം വന്നിരിക്കെ മാളത്തിനകത്താണ് ഇവരിയ്ക്കുന്നത്. ശീതരക്ത ജീവികളാണ്. മാളം എപ്പോഴും നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ടെമ്പറേച്ചർ കുറവാണ്. വീടിനകത്തേക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇര തേടി വരുന്നതാണ്. നമ്മുടെ ടൈല് പോലെയുള്ള സ്ഥലങ്ങൾ അത്തരത്തിനകത്തേക്ക് ഇവർ കയറി വരുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ഇര തേടി വരുന്നതാണ്. 2 ഇപ്പം ഇവരുടെ അവിടെ ഉണ്ടായ ഒരു ഇഷ്യൂ, കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നൊരു സമയം. ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയം, ഇത് 2, 3 ഈ വർഷത്തെ ചൂട് കൂടി എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു കാരണം. അപ്പൊ ഇതിന്റെ 3ന്റെ ഒരു ആകത്തുകയാണ്. അപ്പൊ നമ്മൾ എല്ലാ വർഷത്തെ എടുക്കുമ്പോൾ ഒരു പീക്ക് വരുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസവും മറ്റൊരു പീക്ക് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസമാണ്. അത് പ്രളയം അല്ലെങ്കിൽ ഈ പറയുന്ന ഹെവി റെയിൻ ഉണ്ടാവുന്ന സമയത്ത് മാളങ്ങളും അത്തരത്തിലുള്ള സ്ഥലങ്ങളും സബ്മേർജ്ഡ് ആവുമ്പോൾ വീടിനകത്തേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കുട്ടികൾ മരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത കാലങ്ങളിൽ ഇപ്പം കുട്ടികൾ കിടക്കുന്നതിന് അടുത്ത് പാമ്പ് കയറി കിടക്കുക, അറിയാതെ കൈതട്ടുക, അങ്ങനെയൊക്കെയുള്ള സംഭവം ഇപ്പൊ ഉണ്ടായല്ലോ. അതെ. ഇപ്പൊ ലൈക്ക് ഈ കുഞ്ഞുങ്ങൾ ഇപ്പം ഇവിടെ ഉണ്ടായത്, ആ പാമ്പ് മുട്ട വിരിഞ്ഞു ഇത് ഈ ഗ്യാപ്പ് കൂടെ കയറി അത് പോകുന്ന വഴിക്ക് നമ്മൾ നിലത്ത് കിടക്കുകയാണ്, നമ്മൾ അറിയില്ല. ചൂടാണ്, അത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, അതിനെ തട്ടുമ്പോഴാണ് ഇത് പലപ്പോഴും നമ്മുടെ മൂവ്മെന്റ്സ് ആണ് ട്രിഗർ ആവുന്നതും ബൈറ്റ് ചെയ്യുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റ് ഓർ ഫ്ലീ റെസ്പോൺസ് ആണ് അവരുടെ. ഈ വിഷം പ്രധാനമായിട്ടും വരെ കൊല്ലാനും അതിനെ ദഹിപ്പിക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ പറയുന്ന പോലെ അത് ത്രെറ്റൻഡ് ആവുമ്പോഴാണ് അത് ഡിഫൻസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.